ഒന്നുമില്ല. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് വളരെ വലിയൊരു ദുരന്ത ഭൂമിയിലാണെങ്കിൽ പോലും നമ്മളൊരു സന്തോഷത്തിൻ്റെ ഈ ഒരു ജനതയ്ക്കൊരു വലിയ പ്രയാസം ഉണ്ടായപ്പോൾ എല്ലാം മറന്ന് ഓടി വന്ന് ഒറ്റ മെയ്യായി നാട് ഒരുമിച്ച് അതിവേഗം ഇത് ഒരുമിച്ച് അല്ല ഞങ്ങളുടെ ടീമാണല്ലേ നമ്മളെല്ലാവരും. താങ്ക് യു. ബാക്കി അടുത്ത ടീമിനെ അവരെ വിളിച്ച ഇൻസ്ട്രക്ടേഴ്സ് ഉസ്താദ് എല്ലാവരും വാ. സാർ വാ ആജോ 2-3 लोग आजो आगे जितना लोग ഇവരെല്ലാം ചേർത്ത് പോടുക. നമ്മളെല്ലാം ഒരു ടീം താൻ എല്ലാവർക്കും വേണ്ടി നമ്മൾ 150 മെമ്പേഴ്സ് ഇരുന്നത് എല്ലാവർക്കും വേണ്ടി നമ്മളിത് റിസീവ് பண்ணுது. आजो बाकी जो पार्टी है कार्तिक आजो सीनियर आजो सीनियर आगे आजो ഞാൻ മാവൂരട്ടോ. മാവൂരോ? ഞങ്ങള് മാവൂരിന്നാണ് വണ്ടിയിൽ കയറിയത്. മാവൂര് എവിടെ? അരയങ്കോടില്ലേ? ആണല്ലേ? ഓക്കെ, കുടിക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ സാറേ, ഓക്കെ. റജി സാറേയും കൂടി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴും അവിടുന്ന് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? റെക്കോർഡ് ടൈമിൽ ഒരു പാലം കെട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതം അകറ്റുന്നതിന് വേണ്ടി സഹായം എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അങ്ങനെ ഒരു സേവനം ചെയ്തിട്ടുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അതിൻ്റെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളായിട്ടുള്ള നമ്മുടെ മേജർ അനീഷ് സാറ്, അതോടൊപ്പം തന്നെ കുബേരൻ സാബ് അടക്കമുള്ള നമ്മുടെ ശബരീതൻ അടക്കമുള്ള നമ്മൾ ഒരുപാട് ആളുകൾ എനിക്ക് അവിടുന്ന് പരിചയമുണ്ട്. പക്ഷേ നിരവധി ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഞങ്ങൾ ഇത്തരം സമയങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പോകുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഫയർഫോഴ്സ് ഉണ്ടാവാറുണ്ട്, ആർമിയിലെ ആളുകൾ ഉണ്ടാവാറുണ്ട്, NDRF ഉണ്ടാവാറുണ്ട്. ഇവരൊക്കെ കൂടെ ഞങ്ങൾ ഡ്യൂട്ടി എടുത്ത ഒരാളുകളാണ്. പക്ഷേ ഞങ്ങൾ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, അന്ന് രാവിലെ ഞങ്ങൾ വന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ 24 മണിക്കൂറല്ല 36 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് എടുത്തു. അതിൽ ഒരുപക്ഷെ ഞാൻ കാണുന്നത് ഒരുപക്ഷെ ഈ അതിൻ്റെ വർക്കിന് വന്നിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ ലീഡേഴ്സായിട്ടുള്ള മേജർമാരും അതുമാതിരി സുബേദർമാരുമായിട്ടുള്ള ആളുകൾ കണ്ടിന്യൂ ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ച് കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ്. ആ നിലയിൽ അങ്ങനെയൊക്കെ മനസ്സറിഞ്ഞ് നമ്മുടെ നാടിന് വേണ്ടി ഡ്യൂട്ടി എടുത്ത് സേവനം ചെയ്യുന്ന ആളുകളെ ചെറിയൊരു ആദരവ് നൽകുക എന്നുള്ളത് മാത്രമാണ് TDRFനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേജർ അനീഷ് സാറേയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയ ആദരവ് നൽകുകയാണ്. നമ്മളെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഒരു 2 വാക്ക് സേവനത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നന്നായി. ഉറപ്പായിട്ടും ഞങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ TDRF വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രാത്രിയിലുള്ള ലൈറ്റിങ്, ആ മെറ്റീരിയൽ, വണ്ടി കൊണ്ടുവരാനുള്ള ആ സൗകര്യം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെയാണ് നല്ലോണക്കായത്. എന്തുണ്ടെങ്കിലും ഞാൻ ഒരാളെയാണ് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എല്ലാത്തിനും വേണ്ടി ലൈറ്റ് വേണം, അതിൻ്റെ അകത്ത് സൗണ്ട് സിസ്റ്റം വേണം, സൗണ്ട് സിസ്റ്റം വെച്ചു. പിന്നെ ഡീസൽ തീർന്നു, അതിന് ഡീസൽ അറേഞ്ച് ചെയ്തു. മാൻ പവർ എപ്പോൾ വേണം, നമ്മുടെ വണ്ടിക്കകത്ത് എന്തെങ്കിലും വണ്ടി ദൂരത്താണ്, ഏകദേശം 50 മീറ്റർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ TDRFൻ്റെ നിങ്ങളുടെ ടീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അത് നമ്മളെ ഭയങ്കരമായിട്ട് അധികം സഹായിച്ചു. നമ്മൾ കൊടുത്ത ആ ടൈമിനുള്ളിൽ തീർക്കാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഒരുപാട് വണ്ടി, ആംബുലൻസ് വരുന്നു. അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ ഇറക്കിയിട്ട് വണ്ടിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ടുള്ള നല്ല പാടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് എടുത്തിട്ട് വരാനായിട്ട് നമ്മുടെ ആ പിള്ളേർ അത്രയും കൂടെ എഫേർട്ട് ചെയ്തെന്നാൽ അത്രയും താമസിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് ആ വർക്ക് ചെയ്തത്. അതിലും വന്നത് ഒരു സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിലും നിങ്ങളെല്ലാം പരിചയപ്പെട്ടതിലും കാണാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എവിടെ എന്തുണ്ടെങ്കിലും TDRF എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് വെൻ വി വർക്ക്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഈ ഒരു ദുരന്തമുഖത്ത് ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ ഞങ്ങളൊരു ലോറിയിൽ എല്ലാ സാധനങ്ങളുമായിട്ടാണ് വന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിൽ
സത്യത്തിൽ ഇവിടെ ഒരു ലൈറ്റ് ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം ആവശ്യം വരും, ജനറേറ്റർ ആവശ്യം വരുമെന്ന് കണ്ടല്ല ഞങ്ങൾ വന്നത്. അവിടെ എത്തിയ സമയത്ത് തന്നെ വലിയ പ്രയാസപ്പെടുത്തിയ ഒരു കാര്യം, നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര സൗണ്ട് എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഇത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ ഹെവി സൗണ്ട് സിസ്റ്റം അവിടെ വെച്ചപ്പോൾ അത് തീരുന്നത് വരെ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ഇത്തരം മോക്ക് ഡ്രില്ലുകൾ, ഇപ്പം മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ നടത്തുന്ന മോക്ക് ഡ്രില്ലുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സൗണ്ട് സിസ്റ്റമാണ്. കാരണം അവിടെ ആളുകളെ പെട്ടെന്ന് ഡീൽ ചെയ്യാനും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എത്തിക്കാനും അത് വളരെ ഉപകാരപ്പെടും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു ചെറിയ ആദരവ് ഞങ്ങളിപ്പോൾ നിങ്ങൾ വന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇത് ഞങ്ങളൊന്നും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ജോലി. ജോലിയല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി. ജോലി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങളെ വിളിച്ചെന്നാൽ വരിക, ഞങ്ങൾക്ക് ഇരുന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ആൾക്കാരെ പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കുക. അത് ഞങ്ങളുടെ ജോലിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. സോ നിങ്ങൾ വന്ന രീതിക്ക് താങ്ക് യു, ഇതിനെല്ലാത്തിനും താങ്ക് യു. ഒരു ചെറിയൊരു ആദരവ്. നമ്മൾ സന്തോഷം, പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയാലും എല്ലാം സന്തോഷം. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അസിസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ആർമിയിൽ ആരും അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ തന്നെ പോയി ചേരുന്നില്ല. അങ്ങനെയാണ്, ഒരാള് പോലും മാറി ഒരു മേജർ പോലും താഴെയുള്ള ഒരാളോട് എന്താ പറയാ കയർത്തൊന്നും സംസാരിക്കുന്നത് അവിടെ തീരും. അതെ അതെ, അതാണ് കുറച്ച് പേരാണ്, ചില ഉന്നീസ് അല്ലേ, ചില നല്ല വർക്ക് ചെയ്യും, ചില എന്റെ ഫോണോടെ ഒരു ഫോട്ടോ ഒന്ന് കൊടുക്കി. ഞങ്ങൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തത്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളും തന്നെ ഇതുവരെ പണി ചെയ്തിട്ടുള്ളത്, നിങ്ങളൊക്കെ ആയിട്ട് പണിതത് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാണില്ല, കിട്ടില്ല. നിത്തോ ലൈറ്റ് ഒന്ന് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്താ. സുനീർ കാണില്ല, കിട്ടില്ല. നിത്തോ ലൈറ്റ് ഒന്ന് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്താ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.